വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. ഐ ഡോണ്ട് നോ വെദർ ഹീസ് കടകംപള്ളി സുരേന്ദ്രൻ ഓർ ഹീസ് ദേവസ്വം ബോർഡ് ഓർ വട്ട് എവർ മിനിസ്റ്റർ. ഐ ഡോണ്ട് നോ ഓൾ ദീസ് തിങ്സ്. സോ ഹി പുട്ട്സ് ഹിസ് ഹാൻഡ് അറൌണ്ട് മൈ ഷോൾഡർ ഫോർ ക്ലിക്കിംഗ് ഫോട്ടോ ആൻഡ് ഐ ഡു ദിസ്. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. ലെറ്റ് ഹിം കം ആൻഡ് ഗിവ് യു ആൻ ആൻസർ. A hungry dirt. A hungry dirt, frustrated. വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാനൊരുങ്ങുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അവർകളെ താങ്കളോട് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കട്ടെ. താങ്കളുടെ മുന്നണിയിലുള്ള ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം താങ്കളുടെ മുന്നണിയുടേത് മാത്രമായ തീരുമാനമാണ്. അതിനെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ കേരളത്തിലെ സമ്മതിദായകർ എന്ന രീതിയിൽ ഞങ്ങളിൽ ചിലർക്കുള്ള ചില സംശയങ്ങൾ ചോദിക്കട്ടെ. CPM-നകത്ത് നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട, കഴിവ് തെളിയിച്ച, യാതൊരു തരത്തിലും അഴിമതിയുടെ കറപുരളാത്ത, സ്ത്രീ വിഷയങ്ങൾ ഉൾപ്പെടെ, കളവുൾപ്പെടെ ഒരു തരത്തിലും ഒരു ആരോപണങ്ങളും ഉയരാതിരുന്ന സ്പീക്കർ ഷംസീർ അടക്കമുള്ള പല ആളുകളെയും 2 ടേം പൂർത്തിയാക്കിയവർ എന്ന രീതിയിൽ അങ്ങ് വെട്ടിമാറ്റി ഇക്കുറി സ്ഥാനാർത്ഥിത്വം നൽകാതെ CPM-ന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചവിട്ടി ഒതുക്കിയിരിക്കുന്നു. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ താങ്കളുടെ തന്നെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ച് ചോദ്യം ചെയ്യുകയും സ്വപ്ന സുരേഷ് എന്ന കോൺസുലേറ്റ് ജീവനക്കാരി ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന് വരെ വിശേഷിപ്പിച്ച കടകംപള്ളി സുരേന്ദ്രന് നിങ്ങൾ സീറ്റ് നൽകുകയും ചെയ്തിരിക്കുന്നു. 2016-ലും 2021-ലും കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വന്ന ആൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ 2 വട്ടം പൂർത്തിയാക്കിയ ആളുകൾക്ക് വീണ്ടും പരിഗണന നൽകില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വിവാദ പുരുഷനായ, കേരളത്തിൽ ഇത്രത്തോളം ലൈംഗിക ആരോപണങ്ങളും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് കോൺസുലേറ്റിലെ ഒരു ജോലിക്കാരി പോലും വിശേഷിപ്പിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വിവാദ പുരുഷനായി മാറിയ കടകംപള്ളി സുരേന്ദ്രന് അങ്ങ് എന്തുകൊണ്ടാണ് സീറ്റ് നൽകിയത് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ സാധാരണക്കാരായ ജനത്തിനുണ്ട്. ഇത് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു കുറിപ്പാണ്. മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഞങ്ങൾ ഇത് വീണ്ടും സംപ്രേഷണം ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങേ ഉൾപ്പെടെ, അങ്ങയുടെ കുടുംബക്കാരുൾപ്പെടെ, അങ്ങയുടെ ഭാര്യയ്ക്കും അങ്ങയുടെ മകളായ വീണ വിജയനും അങ്ങയുടെ ഭാര്യയായ കമല വിജയനും അങ്ങയുടെ മകനായ വിവേക് കിരണും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് അക്കമിട്ട് അടയാളപ്പെടുത്തി സ്വപ്ന സുരേഷ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പരാതി പറഞ്ഞത്, ആരോപണം ഉന്നയിച്ചത്. സ്പ്രിംഗ്ലർ അഴിമതി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും അങ്ങയുടെ മകളായ വീണ വിജയന് കൃത്യമായ പങ്കുണ്ട്. നയതന്ത്ര ബാഗേജ് വഴി നടന്ന സ്വർണ്ണക്കൊള്ളക്കടത്തിൽ അങ്ങയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന, അങ്ങയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടന്നു. ഈ സ്വർണ്ണക്കള്ള ഇടപാടിൽ അങ്ങേക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത്. അങ്ങ് എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആ മൈക്കൊന്ന് ഹൗൾ ചെയ്യുകയാണെങ്കിൽ ആ മൈക്ക് സെറ്റുകാരനെയും മൈക്ക് സെറ്റും വരെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്ന, അറസ്റ്റ് ചെയ്യുന്ന അങ്ങയുടെ പതിവ് രീതി വെച്ച് നോക്കുമ്പോൾ അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിനും എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സ്വപ്ന സുരേഷിനെതിരെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു പെറ്റി കേസ് പോലും കൊടുക്കാൻ അങ്ങയോ അങ്ങയുടെ കുടുംബക്കാരോ മുതിരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു സംശയം സാധാരണക്കാർക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങളും ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നിരവധി അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് അടയാളപ്പെടുത്തി, ഇന്ന ദിവസം ഞാൻ മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൗസിൽ കണ്ടത്, ഇന്ന ദിവസമാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും മകളെയും സന്ദർശിച്ചത് എന്നൊക്കെ തീയതി സഹിതം പൊതുമാധ്യമങ്ങളിൽ വന്ന് സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ ഞങ്ങളുടെ അഭിമാനമായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ കോൺസുലേറ്റിൽ ജോലിക്കാരിയായ ഒരു വനിത ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ടാണ് ഒരു നിയമ നടപടി പോലും താങ്കളോ താങ്കളുടെ കുടുംബക്കാരോ സ്വീകരിക്കാതിരുന്നത് എന്നറിയുവാൻ താല്പര്യമുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അങ്ങും അങ്ങയുടെ മുന്നണിയും മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ ഇനി കേവലം 24 ദിവസം മാത്രം അല്ലെങ്കിൽ 23 ദിവസം മാത്രം അവശേഷിക്കുന്ന തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുവാൻ അങ്ങും മുന്നണിയും തയ്യാറെടുക്കുന്ന അവസരത്തിൽ അങ്ങയുടെ ഭരണകാലത്ത് നടന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അങ്ങ് ന്യായമായും മറുപടി പറയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 2018-19 കാലഘട്ടത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോഴാണ് അങ്ങയുടെ മന്ത്രിസഭയിൽ
ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് കൂടുതൽ ആരോപണങ്ങൾ ഉയരുന്നതും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്നിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ആഘോഷങ്ങളിലും കടകംപള്ളി സുരേന്ദ്രൻ പങ്കെടുത്തതിന്റെ ഫോട്ടോഗ്രാഫ് അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിൽ സന്ദർശിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ ആളുകളെ, ശബരിമലയിലെ സ്പോൺസറായ ആളുകളെ കടകംപള്ളി സുരേന്ദ്രൻ കണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ട സഹായം നൽകണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് കടകംപള്ളി സുരേന്ദ്രൻ വാക്കാൽ നിർദ്ദേശിക്കുന്നു. ഇത്തരം ഗുരുതരമായ പല ആരോപണങ്ങളും പുറത്തു വന്നിരിക്കുന്നു. കൂടാതെ സ്വപ്ന സുരേഷ് തന്നെ കടകംപള്ളിക്ക് എതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നു. അതായത് കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളാണ്. പ്രായമായ പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു കാരണവശാലും കടകംപള്ളിയെ പോലെ യാതൊരു തരത്തിലും ധാർമ്മികതയില്ലാത്ത ഒരു മനുഷ്യനെ വീട്ടിൽ വിളിച്ചു കയറ്റാൻ പാടില്ല, ഞാനൊരു പെൺകുട്ടിയുടെ മാതാവാണ് എന്നൊക്കെ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പരാതി ഉയർത്തിയിട്ടും കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിനെതിരെ യാതൊരു തരത്തിലുള്ള ഒരു പരാതിയും കൊടുത്തില്ല എന്ന് എടുത്തു പറയട്ടെ. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ 2 കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുത്തയാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. പിന്നീട് 2 കോടി എന്നുള്ളത് കേവലം 25 ലക്ഷമായി കുറഞ്ഞു, പിന്നെ അത് 2 ലക്ഷമായി കുറഞ്ഞു എന്നുള്ളതാണ് അറിവ്. തുക എത്ര തന്നെയായാലും കടകംപള്ളി സുരേന്ദ്രനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട് എന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ മാനനഷ്ട കേസ് കൊടുത്ത കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളാണ്, ലൈംഗിക ആരോപണങ്ങൾ ഉൾപ്പെടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണത്തിന് മറുപടിയായി എന്തെങ്കിലും ഒരു മാനനഷ്ട കേസ് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കടകംപള്ളി സുരേന്ദ്രൻ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നിട്ടും മുഖ്യമന്ത്രി എന്ന രീതിയിൽ, ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ കടകംപള്ളി സുരേന്ദ്രനോട് അങ്ങ് ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ചോദിക്കാതിരുന്നത്, വിശദീകരണം ചോദിക്കാതിരുന്നത്? ഇനി അതൊക്കെ മാറ്റിവെച്ചാൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തോളം കളങ്കിതരായ സ്ഥാനാർത്ഥികളെ വീണ്ടും തെരഞ്ഞുപിടിച്ച് അങ്ങ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. 2 ടേം പൂർത്തിയാക്കിയ ആളുകളെ CPM-ൽ വീണ്ടും മത്സരിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാമതൊരിക്കൽ കൂടി കഴക്കൂട്ടത്ത് നിന്ന് കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ അങ്ങ് മറുപടി പറയാൻ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സാരഥി എന്ന രീതിയിൽ അങ്ങ് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. കേരളത്തിന്റെ പൊതുബോധത്തിന്റെ സംശയം തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും ആളുകൾ ഉന്നയിക്കുന്നത്. അത് ഞങ്ങൾ ക്രൈം ഓൺലൈൻ വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അഴിമതിക്കാരെയും സ്വജന പക്ഷാപാതപരമായി താങ്കളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെയുമാണ് അങ്ങ് ഒരു പറ്റ മാഫിയ സംഘമായി ഇപ്പോൾ CPM-നെ അധപ്പതിപ്പിച്ചിരിക്കുന്നു എന്നാണ് CPM-നകത്ത് നിന്ന് തന്നെ പല ആരോപണങ്ങളും ഉയരുന്നത്. തെക്കും വടക്കുമുള്ള ആളുകൾ, അതായത് തെക്ക് അങ്ങയുടെ സ്വന്തം നാടായ, വടക്ക് അങ്ങയുടെ സ്വന്തം നാടായ കണ്ണൂരിൽ നിന്ന് തന്നെ, CPM-ന്റെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിൽ നിന്ന് തന്നെ പിണറായി വിജയനും CPM-നും എതിരായി CPM-ന്റെ തലമുതിർന്ന നേതാക്കൾ പൊട്ടിത്തെറിക്കുന്നു. അങ്ങയോടും CPM-ന്റെ നയവൈകല്യങ്ങളോടും പ്രതികരിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും അവർ പുറത്തു പോകുന്നു. തെക്ക് 63 വർഷം CPM-യുമായി ബന്ധമുള്ള G സുധാകരൻ എന്ന പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, മന്ത്രിയായിരുന്ന നേതാവ് പുറത്തു പോകുന്നു. ഇതിലൊന്നും നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അവരെ എല്ലാവരും വർഗവഞ്ചകരായി മാറ്റി നിർത്തുമ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ പോലെ അഴിമതി ആരോപണങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യുകയും ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവരെ കുറിച്ച് അത്തരത്തിലുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുകയും ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് ധാർമ്മികതയുടെ ഒരു കണിക പോലും പരിഗണിക്കാതെ ഇവർക്കൊക്കെ വീണ്ടും അങ്ങ് മത്സരിക്കാൻ അവസരം കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇത് ക്രൈം ഓൺലൈൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും വന്ന് കേരളത്തിലെ ജനത ഞങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് എല്ലാ മാധ്യമങ്ങളിലും അഭിമുഖം നൽകിയപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആളാണ്, യാതൊരു തരത്തിലും ധാർമ്മികതയില്ലാത്തൊരു മനുഷ്യനാണ് കടകംപള്ളി സുരേന്ദ്രൻ. മാന്യത എന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടിയിട്ടില്ല. ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കാൻ വരെ ചെല്ലുമ്പോൾ തോളിൽ കൈവച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച വിടനാണ് എന്നൊക്കെയാണ് സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രന് എതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ അങ്ങ് പരിഗണിക്കാതെ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചില ആളുകൾ പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ചാവുമണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ചാവുമണിക്ക് മുഴങ്ങുവാൻ വേണ്ടി ചരട് വലിച്ചു കൊട്ടുന്നത് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ചില നേതാക്കളാണ്. അത് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ചാവുമണി മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ എമ്പാടും ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പാടും ഇപ്പോൾ ഇത് തന്നെയാണ് ചർച്ചാ വിഷയമായിരിക്കുന്നത്. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ പോലെ അധാർമികരായ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കുക വഴി CPM-ന്റെ
ആദർശങ്ങളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇപ്പോൾ CPM അകത്തു നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ ആരോപണങ്ങളിൽ ഇനിയും മുഖ്യമന്ത്രി എന്തെങ്കിലും മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ കുറി 2026 പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ജനം ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളത് മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞാൽ നല്ലത്. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. ഐ ഡോണ്ട് നോ വെദർ ഹീസ് കടകംപള്ളി സുരേന്ദ്രൻ ഓർ ഹീസ് ദേവസ്വം ബോർഡ് ഓർ വട്ട് എവർ മിനിസ്റ്റർ. ഐ ഡോണ്ട് നോ ഓൾ ദീസ് തിങ്സ്. സോ ഹി പുട്ട്സ് ഹിസ് ഹാൻഡ് അറൌണ്ട് മൈ ഷോൾഡർ ഫോർ ക്ലിക്കിംഗ് ഫോട്ടോ ആൻഡ് ഐ ഡു ദിസ്. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. ലെറ്റ് ഹിം കം ആൻഡ് ഗിവ് യു ആൻ ആൻസർ. A hungry dirt. A hungry dirt, frustrated. വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face.